തന്നെ ഒന്ന് മനസ്സിലാക്കുക. ഈ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ ഇപ്പം ജോസഫ് സി മാത്യു അടക്കമുള്ള ഈ പദ്ധതിയോട് ആദ്യം മുതൽ തന്നെ ഈ പദ്ധതി ഈ പറയുന്ന കേരളത്തിൻ്റെ മഹാഭാഗ്യം എന്നൊന്നും വിശ്വസിക്കാത്ത ആളാണ് ജോസഫ് സി മാത്യു. അതുപോലെ തന്നെ ഏലിയാസ് ജോൺ, അതുപോലെ തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന പൊതുവിലൊരു ഇടതുപക്ഷ സമീപനം പോലും സ്വീകരിക്കുന്ന കോൺഗ്രസിനെ UDF ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യാത്ത ശ്രീ ആദികേശവനെ പോലുള്ള ആളുകളൊക്കെ ഈ കരാറിൽ ഈ പറയുന്ന CPM മുന്നോട്ട് വെക്കുന്ന ഒരു പ്രശ്നവുമില്ല. ഈ കരാർ വ്യവസ്ഥ പ്രകാരം ഈ പറയുന്ന അദാനി കമ്പനിക്ക് ഈ MSC കമ്പനിക്ക് അതിൻ്റെ സബ്സിഡിയറി ആവട്ടെ ആരും ആകട്ടെ ഷെയർ കൈമാറ്റം ചെയ്യുന്നതിന് നിലവിലുള്ള കരാർ പ്രകാരം ഒരു തടസ്സവുമില്ല. അതിനെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. അതിൻ്റെ പല സ്റ്റെപ്പുകൾ കഴിഞ്ഞ് മൂന്നാമതോ നാലാമതോ ആണ് സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ടതെന്ന് അവർ പറയുന്നു. അവരാരും ഒരു പക്ഷത്തല്ല, ഇടതുപക്ഷ അല്ലെങ്കിൽ ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർ പോലുമല്ല. പക്ഷെ നിലവിലൊരു കരാറുണ്ട്. ആ കരാർ പ്രകാരം അദാനിക്ക് അവകാശപ്പെട്ട ഓഹരികൾ അവർക്ക് ഒരു പ്രത്യേക 1-ാം വർഷമാണെങ്കിൽ ഇത്ര ശതമാനം, അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത്ര ശതമാനം എന്ന രീതിയിൽ ഓഹരികൾ കൈമാറ്റം ചെയ്യാനുള്ള അവകാശം കരാർ പ്രകാരം തന്നെ അവർക്കുണ്ടായിരിക്കെ എന്തിൻ്റെ പേരിലാണ് ഈ ഇടതുപക്ഷം എതിർക്കുന്നത്? ഇവർക്കിത് മനസ്സിലാകത്താണോ? കമ്പനി നിയമങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കോർപ്പറേറ്റുകൾ തമ്മിലുള്ള ഓഹരി കൈമാറ്റത്തിൻ്റെ ആ ഒരു ചിട്ടവട്ടങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിൻ്റെ നടപടിക്രമങ്ങൾ ഇവർക്ക് അറിയാത്തതാണോ? അറിയാത്തതല്ല. ഞാനൊരു തമാശയ്ക്ക് ആലോചിക്കുന്നുണ്ട്. ഇത് ഇടതുപക്ഷം തന്നെയാണ് ഈ 3-ാം ഭരണമായിട്ട് ഇപ്പോൾ ഈ പ്രശ്നം ഇടതുപക്ഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ഈ ഒരു അവസ്ഥ തന്നെ 3-ാം ഊഴം ഇടതുമുന്നണിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അദാനി നടത്തുന്ന ഓഹരി കൈമാറ്റത്തോട് ഈ ഇടതുമുന്നണി എങ്ങനെ പ്രതികരിക്കായിരുന്നു? എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഒരു പ്രശ്നവും ഒന്നും അവർ പറയില്ല. പാർട്ടി പത്രം ആദ്യം എഴുതിയത് ദീർഘദൃഷ്ടിയുടെ ഫലം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വന്നിരുന്ന് വാദിക്കുന്ന അരുൺകുമാറിനെ പോലെ അടക്കമുള്ള ആളുകളൊക്കെ ഇത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ്, ഭാവി കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. അതുകൊണ്ട് നിസ്സാര സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഇത്തരം വലിയ നീക്കങ്ങളെ തകർക്കാൻ അല്ലെങ്കിൽ തടയാൻ നമുക്കാവില്ല. ഇതൊന്നും അല്ല പ്രശ്നം. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന അതേ കാര്യം അവർ പറയും. യഥാർത്ഥത്തിൽ ഈ കൈമാറ്റം കൊണ്ട് അദാനിയുടെ ഷെയറിലെ ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ പ്രപ്പോർഷൻ മാറും എന്നുള്ളതൊഴിച്ചാൽ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉടമസ്ഥാവകാശം സംസ്ഥാനത്തിന് നഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമോ? ആ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് എന്തെങ്കിലും ഭീഷണി ഉണ്ടാകുമോ? അവകാശം സംസ്ഥാനത്തിന് തന്നെയാണ്. സംസ്ഥാനത്തിൻ്റെ ഷെയറിൽ അദാനിക്ക് തൊടാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കെ കോർപ്പറേറ്റുകൾ തമ്മിലുള്ള ഓഹരി വിൽപ്പനയോ അല്ലെങ്കിൽ ഓഹരി ഇടപാടുകളോ കമ്പനി നിയമം അനുസരിച്ച് നടപ്പാക്കാൻ കരാർ പ്രകാരം തന്നെ അവർക്ക് അവകാശമുണ്ടായിരിക്കെ അതിന് സർക്കാരിൻ്റെ ഒരു പ്രയോർ സാങ്ഷൻ വേണം എന്നുള്ളതൊക്കെ വസ്തുത തന്നെ. അതിന് സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ? VD സതീശൻ അന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഡീലിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ച് അറിയാമായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് VD സതീശൻ പറഞ്ഞാൽ ഞാൻ ദേശാഭിമാനി വായിച്ചാൽ അറിഞ്ഞെന്ന് അല്ലെങ്കിൽ ഇപ്പോഴാണ് അറിയുന്നത്, മാധ്യമ വാർത്ത കേട്ടാണ് അറിയുന്നത് എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്കതിൽ വിശ്വാസമില്ല. VD സതീശൻ അത് അറിഞ്ഞിട്ടുണ്ടാകാം. കാരണം അദ്ദേഹം അങ്ങനെയുള്ള ഒരാളാണ്, കാര്യങ്ങൾ കൃത്യമായി അറിയുന്ന ഒരാളാണ്, അറിഞ്ഞിട്ടുണ്ടാകും. മാത്രമല്ല UDF മറ്റ് നേതാക്കളും ചില മന്ത്രിമാരും ഷിബു ബേബി ജോൺ അടക്കം പറഞ്ഞു, ഞങ്ങൾ കുറെ കാലമായി ഇത് കേൾക്കുന്നു, MSC കമ്പനിയുമായി ഒരു സഹകരണത്തിലേക്ക് പോകുന്നത് കുറെ കാലമായി കേൾക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ VD സതീശൻ ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് നേരത്തെ കൂട്ടി ഏറ്റുപറയേണ്ട ഒരു കാര്യമില്ല, ഒരു കുമ്പസാരത്തിൻ്റെ ആവശ്യമില്ല. സംസ്ഥാന സർക്കാരിനെ അദാനി കമ്പനി രേഖാമൂലം നിയമപ്രകാരം അവർ ചെയ്യേണ്ട ഫോർമാലിറ്റീസ് ആ നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് സംസ്ഥാന സർക്കാരിനൊരു കത്ത് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് ഔദ്യോഗികമായിട്ട് അറിയിക്കുമ്പോൾ മാത്രമേ VD സതീശന് പ്രതികരിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ പുറപ്പുറത്ത് കയറി എന്നിട്ട് അദ്ദേഹം നേരത്തെ പറയണോ ഞാനിത് നേരത്തെ അറിഞ്ഞതാണ് എന്ന് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അറിയേണ്ട സമയത്ത് ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നു, അല്ലെങ്കിൽ അറിയേണ്ട സമയത്ത് മാത്രം അറിഞ്ഞു എന്ന് പറയേണ്ട കാര്യമേ VD സതീശനുള്ളൂ. അതാണ് അദ്ദേഹം ചെയ്തതും. അതിൽ അദ്ദേഹത്തെ കുറ്റം പറയാനുണ്ടോ? അത് മനസ്സിലാക്കാതെ അതിനെതിരെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മിനിമം കോമൺ സെൻസ് ഇല്ലേ ഇവർക്കൊക്കെ എന്നൊരു തോന്നലാണ്. അതേതായാലും EP ജയരാജൻ കൃത്യമായിട്ട് പറഞ്ഞു ഇതൊരു വിവാദം ഉണ്ടാക്കേണ്ട വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞെടുത്ത് ആ മനുഷ്യൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു മനസാക്ഷി കുത്തുണ്ട്. ഇതിലും വലിയ കളികളൊക്കെ ഈ വിഴിഞ്ഞം വെച്ചുകൊണ്ട് പാർട്ട്ണറാണെന്ന് വിളിച്ച് വിശേഷിപ്പിച്ച് അവിടെ 1000 കപ്പൽ വന്നതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ഓഹരി കൈമാറ്റമാണോ എന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ പാർട്ടി മുഖപത്രം എഴുതുന്ന ഒരു ഘട്ടത്തിൽ
എന്താ ഇവരെക്കുറിച്ച് പറയാനുള്ളത്? അത് വെച്ച് കേരളം കണ്ട ഏറ്റവും വലിയ വിഷയമായിട്ട് ഇത് പർവ്വതീകരിക്കുമ്പോൾ കണ്ണൂരിൽ നിന്നായാലും കാസർഗോഡ് നിന്നായാലും എവിടുന്നെങ്കിലും പാർട്ടിക്കകത്ത് നിന്നൊരു വിരുദ്ധ സ്വരം ഉണ്ടാകുന്നതിന് ഞാൻ വളരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു എന്ന് പറയാനാണ് എനിക്ക് സന്തോഷം. ശരി, ഇടവേളയ്ക്ക് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.